യൂത്ത് കോൺഗ്രസ് വ്യാജ ID കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. VS അനുരാഗ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു. അനുരാഗ്, വിവരങ്ങൾ. സംസ്ഥാന വ്യാപകമായി തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിച്ചു എന്നായിരുന്നു ഈ പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അതനുസരിച്ച് മ്യൂസിയം പോലീസ് കേസെടുത്തിട്ടുണ്ടായിരുന്നു. പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചു വരവെ പ്രത്യേക അന്വേഷണ സംഘം തന്നെയാണ് ശുപാർശ നൽകിയത്. സംസ്ഥാന വ്യാപകമായി തന്നെ ഇത്തരത്തിൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നതായിരിക്കും ഉചിതമെന്നുള്ള ഒരു കാര്യം ADGPക്ക് മുന്നിൽ പ്രത്യേക അന്വേഷണ സംഘം ശുപാർശ വച്ചിട്ടുണ്ടായിരുന്നു. അതിലാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച കേസ് ഇനി ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുക. വിശദമായി തന്നെ അന്വേഷിക്കും. സമഗ്ര അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ട് നേരത്തെ നിതിൻ രാജ്, തിരുവനന്തപുരം സിറ്റി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ നിതിൻ രാജിന്റെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും വ്യാപകമായി തന്നെ ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നേരത്തെ ഈ പ്രാഥമികമായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അതാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ പോകുന്നത്. ഇനി എന്തായാലും കൂടുതൽ പേർ ഈ കേസിൽ അറസ്റ്റിലാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ സംഭവത്തിൽ എന്തായാലും 2 കേസുകളാണ് നിലവിലുള്ളത്. മ്യൂസിയം പോലീസ് എടുത്ത ആദ്യത്തെ കേസ്, അതിൽ എന്തായാലും 5ഓളം പേർ അറസ്റ്റിലായിട്ടുണ്ടായിരുന്നു. ഇനി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമ്പോൾ അതിൽ എത്രത്തോളം പേർ അറസ്റ്റിലാകും, അതിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കൾ ഉണ്ടാകുമോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇവർ മുറ്റുനോക്കുന്നത്. ശരി, VS അനുരാഗാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.